നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലും റിലേഷൻഷിപ്പിലും വരുന്ന മാറ്റം എന്താണെന്ന്. അതായത് ഇന്ന് ഡിസംബർ 1 ഇന്ന് മുതൽ ഈ ഒരു മാസം അവസാനത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റവുമാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്സുമായിട്ട് കണക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ റീഡിങ്സ് നിങ്ങളിലേക്ക് റെസനേറ്റ് ആവാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ലൈക്കോ കമൻറ്റോ ഇതിനകത്ത് ഇടാൻ മറക്കരുത്. കാരണം നമ്മളുടെ റീഡിങ്സിൽ നിങ്ങളുടെ ഒരു പങ്ക് നിങ്ങൾ വഹിക്കുക. ഡിവൈൻ അതൊരു സന്തോഷമാകുകയും നിങ്ങളിലേക്ക് ഡിവൈൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആവുകയും ചെയ്യും കേട്ടോ. എനിക്ക് റെസനേറ്റ് ആവുന്നില്ല, ഞാൻ കുറേ നാളുകൊണ്ട് റീഡിങ്സ് കാണുന്നു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു റീഡിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഈ റീഡിങ്സിൽ നൽകുന്നുണ്ട് എന്നതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആവുകയുള്ളൂ. പിന്നെ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് അറിയാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളും വരും വരായികളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കൊരു മാർഗനിർദ്ദേശമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ടാറോ റീഡിങ്സിനെ 100% വിശ്വാസത്തോടു കൂടി കാണാവുന്നതാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. നല്ലൊരു ഗൈഡൻസ് പോലെ ടാറോ റീഡിങ്സ് എടുത്തു മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ടാറോ റീഡിങ്സ് നിങ്ങളിൽ വന്നു എന്നതിൻ്റെ അർത്ഥം ഡിവൈൻ്റെ പ്രസൻസ് നിങ്ങളിൽ വന്നു എന്നത് തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങളിൽ ഒരു ഹീലിംഗ് സംഭവിക്കും, നിങ്ങൾ പെയിൻ എനർജിയിൽ നിന്നും പുറത്ത് കടക്കും. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കണം, നെഗറ്റീവ് എനർജികളിൽ നിന്നും എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് പ്രകൃതിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരേ ഒരു സൊല്യൂഷനാണ് ടാറോ റീഡിങ്സ്, ജ്യോതിഷം, ഡിവൈൻ എനർജികളെ ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളൊരു സ്പിരിച്വാലിറ്റി, ഏത് മനുഷ്യനാണെങ്കിലും ചെറിയൊരു സ്പിരിച്വാലിറ്റിയിലൂടെ വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അത് എല്ലാ വ്യക്തികളിലും അതിൻ്റെ എനർജി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളത് കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നതുകൂടി മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സ് നോക്കാം. ഇന്ന് ഡിസംബർ 1 നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റവുമാണ് നമ്മൾ നോക്കുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പുതിയൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചിലരെ സംബന്ധിച്ച് മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് ഓർത്തെടുക്കേണ്ടി വരുന്ന ചില സൈനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റിലെ മീൻസ് മുൻകാലങ്ങളിലെ, അത് ചൈൽഡ്ഹുഡ് കാലഘട്ടമാവാം, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിൽ എപ്പോഴൊക്കെയോ നിങ്ങളെ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ചില ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നിങ്ങളെ വിട്ടുപോയ, നിങ്ങളെ ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ നിന്നും കുറേ കാലങ്ങളായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ഒക്കെ നിൽക്കുന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടും നിങ്ങൾക്ക് ചില പുതിയ ഓർമ്മകൾ, പുതിയ എക്സ്പീരിയൻസുകൾ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ടുമുള്ള എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ പ്രഷ്യസ് ആയ ചില സിറ്റുവേഷൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആവാൻ പോകുന്നത്. അതായത് ചില പുതിയൊരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണില്ല, ഇനി ഒരിക്കലും കണക്റ്റഡ് ആവില്ല എന്ന് ചിന്തിച്ച ചില വ്യക്തി ബന്ധങ്ങളെ നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നു ഈ ഒരു മാസം എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായ വ്യക്തികളുമായിരിക്കാം. ചിലപ്പോൾ ഈ തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്നും ഒരു ഒരു കോൺഫ്ലിക്റ്റോട് കൂടി വിട്ടുപോയൊരു വ്യക്തികളുടെ എനർജി ആവാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്.
എന്താണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് എനർജി നൽകിയ, നിങ്ങളുടെ ഉറക്കം കുറച്ച് കെടുത്തിയ, നിങ്ങൾ ഒരുപാട് ഭയപ്പെട്ട നിങ്ങളുടെ മാനസിക നിലകളൊക്കെ ചെറുതായിട്ടൊന്ന് ചഞ്ചലിപ്പിലേക്ക് ഒരു ചേഞ്ചിങ്ങിലേക്ക് വരുത്തിയ ചില ബന്ധങ്ങളാണ് എന്നുകൂടി നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾ അവരെ വെയിറ്റിംഗ് ചെയ്തിരുന്നു എന്നുകൂടി കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിലുണ്ടായ ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പുറത്തോ കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നമോ തെറ്റിദ്ധാരണയോ മറ്റുമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആ ഒരു ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾക്കൊരു വിശ്വാസമായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എനർജി എടുത്തൊരു 3 ഇയറൊക്കെ നമുക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ, നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ടുള്ളൊരു എനർജിയെ കാണുന്നത്. എന്താണെങ്കിലും ഒരു ബാക്കിലേക്ക് നല്ല ഒരു എനർജി ബാക്കിലേക്ക് പോയൊരു സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് റീകണക്റ്റഡ് ആകുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയോ ആ ഒരു പ്രോബ്ലംസിന് കോൺഫ്ലിക്റ്റിൽ ആരുടെയൊക്കെയോ എനർജി പ്രസൻസ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പെട്ട ആളുകൾ തന്നെ ആവാം ഈ ഒരു അകൽച്ചയിലേക്ക് പോയ വ്യക്തികളും അകൽച്ച ഉണ്ടാക്കാൻ കാരണമായ വ്യക്തികളെന്ന് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾ ആ ഒരു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും അതുപോലെ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകുമ്പോഴും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്തിരുന്ന എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ലൈഫിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വന്നു ചേരാൻ വന്ന റീയൂണിയൻ സംഭവിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെയോ ആ സാഹചര്യങ്ങളെയോ മറക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. കരിയർ പാതയിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. അഭിനന്ദനം അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് നിങ്ങളെ തേടി വരുന്നു ഈ ഒരു മാസമെന്നാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്താണോ കരിയർ പാതയിൽ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് എന്താണോ, നിങ്ങളെടുത്ത ആക്ഷൻ്റെ ഫലം നിങ്ങൾക്ക് സക്സസ് ആണ്. ഒരു കിരീടം വെച്ച രാജാവിനെ പോലെ ആവാൻ, അത് മസ്കുലൻ ആണെങ്കിലും ഫെമിനിയൻ ആണെങ്കിലും നിങ്ങളുടെ എനർജിക്ക് ഒരു ടോപ്പ് ലെവലിലേക്ക് ഉയരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഫയർ എനർജിയാലാണ് പ്രൊട്ടക്റ്റഡ്, അഗ്നിയാലാണ് പ്രൊട്ടക്റ്റഡ് ആകുന്നത്. കാരണം നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജികൾക്കും കടന്നു വരാനോ നിങ്ങളുടെ വിജയത്തെ ഇനി തകർച്ചയിലേക്ക്, അതായത് നിങ്ങളുടെ വിജയത്തിൽ കോൺഫ്ലിക്റ്റിനോ അല്ലെങ്കിൽ മത്സരിക്കാൻ കോമ്പറ്റീഷനോ ഒന്നും മറ്റൊരാൾക്കും പറ്റാത്ത രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നിലധികം വ്യക്തികളിൽ നിന്നുമുള്ള ഒരു അഭിനന്ദനം, മറ്റുള്ളവർ റെസ്പെക്റ്റോടുകൂടി നിങ്ങളെ നോക്കുന്ന ഒരു എനർജി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കാണ് ആ ഒരു കരിയർ പാതയിൽ സക്സസ് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്ന വ്യക്തികൾക്കും അത് തിരിച്ച് ലഭിക്കുന്ന, അതായത് നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത്. മാത്രവുമല്ല നിങ്ങൾക്ക് കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന, കുറച്ച് ഫോക്കസ് നൽകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ വിവാഹം പോലുള്ള ഒരു എനർജിയിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറാവുന്ന വ്യക്തികൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസ് വരാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പോകുക കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് അത് നേടിയെടുത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് വിവാഹ വാഗ്ദാനമൊക്കെ പറയുന്ന ബന്ധങ്ങൾ എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ബൗണ്ടറി ഇട്ട് തന്നെ നിൽക്കുക. അത് ഫെമിനിയൻ ആയാലും മസ്കുലൻ ആയാലും നിങ്ങളതിൽ ശ്രദ്ധിക്കണം. 10 ഓഫ്
സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കർമ്മ എൻഡിങ് ആണ് കേട്ടോ, കർമ്മപരമാകുന്ന. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കോൺഫ്ലിക്റ്റുകൾ, പ്രോബ്ലംസുകൾ നിലച്ചു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ശക്തമാകുന്ന പ്രോബ്ലംസ്, അത് ഫാമിലിക്കുള്ളിലായാലും നിങ്ങളുടെ കരിയർ എനർജിയിലായാലും ബിസിനസ് മേഖലയിലായാലും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്ന ആ സിറ്റുവേഷൻസിൽ കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ആണ് നിങ്ങൾ ഈ ഇത്രയും നാളും മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുമായിട്ട് സഹകരിക്കാതെ, നിങ്ങളുമായിട്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല എന്ന് തോന്നുന്ന വ്യക്തിബന്ധങ്ങളുടെ എല്ലാം ഒരു പരാജയത്തിൻ്റെ, നിങ്ങളുടെ മുന്നിൽ തോറ്റു തരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു മന്ത് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇല്യൂഷൻ എനർജി ഉണ്ട് കേട്ടോ. അതായത് ഒരു മിഥ്യാധാരണ. കാരണം മുന്നിൽ നടക്കുന്നതൊക്കെ സത്യമാണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ പിടിപെടുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചാലും നിങ്ങളുടെ ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കുറച്ച് പാടുപെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു മാസം. നിങ്ങളിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. നിങ്ങളുമായിട്ട് മത്സരിക്കുന്നവർ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രതിസന്ധികൾ, ഭയത്തെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ടെൻഷൻ തോന്നുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഈ ഒരു മാസം. എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ, ഞാൻ എങ്ങനെ, അങ്ങനെയുള്ള ഒരു ആവലാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉൾഭയത്തോടു കൂടി, ഒരു ഉത്കണ്ഠയോടുകൂടി ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്ന ചില എനർജികൾ നിങ്ങളിൽ കണക്റ്റഡ് ആണ്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്ധികളെ നിങ്ങൾ തരണം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിലും ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാസമായിട്ടാണ് വരുന്നത്. പ്രശ്നങ്ങൾ നിങ്ങളെ വരും, പക്ഷേ നിങ്ങളതിനെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യും. വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ഇൻ്റലക്ച്വലായിട്ടും നിങ്ങൾ ആ ഒരു പ്രതിസന്ധികളെ നേരിടുന്ന ഒരു എനർജിയിലേക്കാണ് പോകാൻ സാധിക്കുന്നത്. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരിക്കലും മറികടക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഒന്നിലധികം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും രക്ഷ പ്രാപിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു പ്രോബ്ലംസുകൾ അവസാനിക്കാത്ത രീതിയിൽ നിന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കും. അതെല്ലാം കിങ് ഓഫ് സോഴ്സ് എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊക്കെ ഒരു അകൽച്ച, ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് എനർജിയിലൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ മസ്കുലൻ എനർജിയിലുള്ളത്, അതായത് മെയിൽ എനർജിയിലുള്ള വ്യക്തികൾ ആ സിറ്റുവേഷൻസിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു വിശ്വസ്തത, നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയ ചില തീരുമാനങ്ങൾ എടുക്കലിൻ്റെ, നിങ്ങളുടെ അതായത് ആ ഒരു അവസരത്തിനൊത്തു തന്നെ നിങ്ങൾ ഉചിതമാകുന്ന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് പറ്റും. അതെല്ലാം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതിന് കാരണമാകുന്ന സിറ്റുവേഷൻസാണ് ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എനർജികളിൽ ഒരു നിരാശ ഫീലിങ്സ് തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്കിനോ അതല്ലെങ്കിൽ ഒരു വീട് പണിയോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ചോ പുതിയതായിട്ട് നിങ്ങൾ ചുവട് വെക്കാൻ പോകുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ കാലെടുത്ത് വെക്കാൻ തീരുമാനിക്കുന്ന ചില സിറ്റുവേഷൻസുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം അവരോട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന കുറച്ച് ഫൈറ്റിംഗ് എനർജിയൊക്കെ ഉള്ള, എന്നാൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് എനർജി നേരിടേണ്ടി വരും ഈ ഒരു മാസമെന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് അത് പോസിറ്റീവായിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു 10-15 തീയതിയൊക്കെ വരെ ഏകദേശം ഒരു സ്ട്രെസ് എനർജിയിൽ നിങ്ങൾ കടന്നു പോകും. മനസ്സിന് വലിയൊരു ടെൻഷനും മാനസിക പിരിമുറുക്കവും ഒക്കെ നിങ്ങൾ നേരിടുമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കും ആ ഒരു മാസം എൻഡോട് കൂടി. അത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു
മാറ്റത്തിൻ്റെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന ചില സാഹചര്യങ്ങൾ, ചില പോസിറ്റീവ് ആകുന്ന ഗുഡ് ന്യൂസൊക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് കാര്യമാണോ തുടങ്ങി വെക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ ഒരു സ്ട്രെസ് എനർജി നിങ്ങളെ വിട്ടുപോകും കേട്ടോ. 5 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തടസ്സങ്ങളെ കാണിക്കുന്നുണ്ട്. വിവാഹ സംബന്ധമാകുന്ന കാര്യത്തിൽ ഈ ഒരു മാസം ചില തടസ്സങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു കണക്റ്റഡ് ആകുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങൾക്ക് തന്നെയാണ് വിന്നർ എനർജി കാണുന്നത്. സക്സസ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഉചിതമായിട്ട്. അതായത് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനും നിങ്ങൾ ആവശ്യത്തിന് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്താനും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെയാണ് വിജയം. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു മാസം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രൊട്ടക്ഷന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്രദമാക്കുക കേട്ടോ. അതായത് പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കാണുക. ക്ഷമയോടുകൂടി ഒരു ചിന്തനമൊക്കെ നടത്തി മാത്രം ഓരോ കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ ഒരു എലോൺ എനർജി, ഒറ്റപ്പെടൽ അവസാനിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അൺകണ്ടീഷണൽ, അതായത് ഒരു പ്രൊപ്പോസൽ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് പൂർണ്ണമായിട്ടും മാറാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഒന്നിലധികം പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ, നിങ്ങളുമായിട്ട് ശക്തമായിട്ട് ഫൈറ്റിംഗ് നടത്തി നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീകണക്റ്റ് ചെയ്യുന്നുണ്ട്. റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മാസം. പക്ഷേ ഇത് നിങ്ങൾക്ക് എനർജി കണക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ്സുമായിട്ട് ഒരു അഭേദ്യമാകുന്നൊരു ബന്ധം സ്ഥാപിക്കാൻ നോക്കുക. നിങ്ങളുടെ പ്രസൻസിൽ ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലുമുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്തിരിക്കണം. അതല്ലാതെ നിങ്ങളിത് കേട്ട് നിങ്ങൾ മറന്നു കളഞ്ഞു പോകരുത്. നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു എനർജിയിൽ കണക്റ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ജസ്റ്റിസ് ഈ ഒരു മാസം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ജസ്റ്റിസ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ നന്മയുടെ ഫലം നിങ്ങൾക്ക് ഈ ഒരു മാസം നേരിടേണ്ടി വരും. അതായത് മക്കളെ, ഒരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു എയർ ട്രാവലിംഗ് എനർജിയുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു ഇമോഷണൽ അബണ്ടൻസ് ആണ് കൊണ്ടുതരുന്നത് കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾക്കൊരു നേട്ടം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മാഭിമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യം നിങ്ങൾ ആക്ഷൻ എടുക്കാനും നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ, നിയമാനുസൃതമായ, അതായത് നമ്മുടെ പ്രപഞ്ചത്തിന് അനുകൂലമാകുന്ന, അതായത് പോസിറ്റീവ് നെഗറ്റീവുമായുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ. അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന, പ്രകൃതിക്ക് ഇത് പോസിറ്റീവാണ്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്കൊരു സക്സസ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ട്രാവലിംഗ് എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇന്നലത്തെ റീഡിങ്സിൽ ഡെവിൾ എനർജി ഇന്നലെ കണക്റ്റ് ചെയ്തെടുത്ത ആളുകളുടെ ലൈഫിൽ നിന്നും ഡെവിൾ എനർജി എൻഡ് ആയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്ന് നിൽപ്പുണ്ട്. ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 10-15 തീയതിക്കൊക്കെ ശേഷം, ഒരു 15 ദിവസങ്ങൾക്കൊക്കെ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇമോഷണൽ ചീറ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്.
അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരും, ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക. അത് എന്ത് കാര്യത്തെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ, അതൊരു റിലേഷൻഷിപ്പും ആവാം കേട്ടോ. അവിടെയാണ് നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ആകുന്ന സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മാസം സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രതയും കുറേ ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ഉണ്ട്. മണി അഫർമേഷൻസും മറ്റുമൊക്കെ ചെയ്യുന്നവരും ഫിനാൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു മാസം നിങ്ങളിലേക്ക് പണം വന്നു നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്നു. അത് നിങ്ങൾക്ക് ഇമോഷണലി ഒരു പുതിയ ഒരു എന്താ പറയുക അനുഭവം, പുതിയ ഒരു ഇമോഷൻസ് ബാലൻസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ടെമ്പറൻസ് എനർജിയാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. കഴിഞ്ഞുപോയ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതായി നിന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടൊക്കെ നിന്ന സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്കിടയിൽ ആരെങ്കിലും നെഗറ്റിവിറ്റി, അതായത് പേരൻസിൻ്റെയോ മറ്റു വ്യക്തികളുടെയൊക്കെ ഒരു ഇടപെടൽ നിങ്ങളുടെ റിലേഷനിലൊക്കെ ഉണ്ടായി അതിനകത്ത് പ്രോബ്ലംസുകളും നിരാശയും ദുഃഖമൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ചേഞ്ചായി ഒരു അൺകണ്ടീഷണൽ ലവിലേക്കോ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ, അതായത് ചിൽഡ്രൻസ് പ്രസൻസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ഹാപ്പിനെസ്സിൻ്റെ ഒരു സമയമാണ് കേട്ടോ. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഇമോഷണൽ പരമാണ് നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള ബെർഡനൊക്കെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും നാളും ചുമന്നുകൊണ്ടിരുന്ന ചില സിറ്റുവേഷൻസുകൾ അവസാനിക്കുന്നുണ്ട്. പാസ്റ്റിൽ, അതായത് ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ. ഈ ഒരു മാസം റീയൂണിയൻ എനർജി കണക്റ്റഡ് ആണ്. നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കി എടുക്കണം. പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരുന്ന, അതായത് ചില വ്യക്തിബന്ധങ്ങളെ തേടി പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വന്നിട്ടുണ്ട്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി, ഇനി ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചൊരു ട്രോമ എനർജിയിൽ നിൽക്കുന്നത്, ആ സിറ്റുവേഷൻസ് അതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിധി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായോ ഒരു വിധി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ്. വളരെ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ടോട്ടലി നിങ്ങളുടെ ഫാമിലി പരമായിട്ടും ബ്ലഡ് റിലേഷൻ എനർജി പരമായിട്ടുമൊക്കെ നല്ലൊരു കൂടിച്ചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയും, അതായത് സ്തംഭിച്ച് നിന്ന, സ്റ്റക്കായിട്ട് നിന്ന പല കാര്യങ്ങളും മറിയുന്ന സിറ്റുവേഷൻസാണ് ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ആഘോഷം, സെലിബ്രേഷൻ്റെയൊക്കെ നിമിഷങ്ങൾ ഈ ഒരു റിലേഷനെ ഈ റീഡിങ്സിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എനർജി ആണെങ്കിലും സഹോദര ബന്ധങ്ങളാണെങ്കിലും മറ്റു റിലേഷനിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും എല്ലാവരോടും ഒത്തൊരുമിച്ചുള്ള ഒരു മതിമറന്ന സന്തോഷത്തിൻ്റെ ഒരു മാസമായിട്ട് തന്നെയാണ് നമുക്ക് ഡിസംബർ എനർജി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ കണക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഒരു ലൈക്കോ ഒരു കമൻറ്റോ, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളൊരു കമൻറ്റ് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുള്ള എനർജികളെ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാ രീതിയിലും നമുക്ക് പോസിറ്റീവായൊരു മാസമാണ് നമുക്ക് ഡിവൈൻ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.